നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാന്ന് വിചാരിക്കുന്നു. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ നവോദയയിലായിരുന്നു. പിന്നെ നമ്മളൊരുപാട് ഇതിന് മുന്നേ സാറിൻ്റെ സ്കൂളിൽ ഞാൻ പോയിട്ട് സാർ ഇതേപോലെ ഒരു കുട്ടികളെ സെലക്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടാണ് ഞാൻ സാറുമായി പരിചയപ്പെടുന്നത്. 2 കൊല്ലമായി സാറേ. 3 കൊല്ലമായി സാർ. ഞാനവിടെ എത്തുന്നു, ആ കൊല്ലം പരിചയപ്പെട്ടു. പിറ്റത്തെ കൊല്ലം SM കോളേജിന് ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. സാറാണ് നവോദയയുടെ ഗ്രൗണ്ട് നമുക്ക് തന്നത്. അടിപൊളി ഗ്രൗണ്ടാണ്, ക്ലിയറാണ്. സാറ് അവിടെ തന്നുകൊണ്ട് മാത്രമാണ് പിറ്റത്തെ കൊല്ലം SM കോളേജ് കപ്പടിച്ചതും. സാറിൻ്റെ ഭയങ്കര സഹകരണമായിരുന്നു. പക്ഷേ സാറ് പോയതിന് ശേഷം പിറ്റത്തെ കൊല്ലം സാറ് പോയി. അതിന് ശേഷം SM കോളേജിന് ഭയങ്കര പാടായിരുന്നു. അവിടെ ക്യാമ്പ് നടത്താൻ ഭയങ്കര പ്രശ്നങ്ങൾ. 1:30 കയറണം, 2:30 മണിക്ക് കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ 1.5 മണിക്കൊക്കെ ക്യാമ്പ് വെച്ചിരുന്നു. സാറുള്ള സമയത്ത് 3:30ക്കും 4 മണിക്കും ക്യാമ്പ് വെച്ച് സാറിൻ്റെ എന്താ പറയുക യോഗ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു സാറും കൂടി ഉണ്ടായിരുന്നു ടീമിൽ. ഞങ്ങളുടെ ടീമിൻ്റെ ആളായിട്ട് സാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കപ്പടിച്ചത്. പിന്നെ സാറും ഞാനുമായി നല്ല ആ ഒരു ബന്ധം ഇന്നും നിലനിൽക്കുന്നു. എന്താ പറയുക, അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ഇപ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കലുണ്ട്, ഞാനും വിളിക്കലുണ്ട്. അപ്പോൾ സാറിനോട് ഞാൻ ഒരു ദിവസം കൊണ്ട് വരാൻ പറഞ്ഞാണ്. അപ്പോൾ സാറ് ഇങ്ങോട്ട് വന്നു. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇന്ന് നിങ്ങൾ മുന്നിൽ പറയും. എന്താ എക്സ്പീരിയൻസ് നിങ്ങൾ ഫുട്ബോളിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ അല്ല, ഫുട്ബോൾ തന്നെ നമുക്കിപ്പോൾ മനസ്സിൽ ഫുട്ബോൾ വിട്ടിട്ടുള്ളൊരു കളിയില്ല. നമ്മൾ മലപ്പുറം നവോദയയിൽ കോട്ടയത്ത് നിന്ന് വന്നതിന് ശേഷം മലപ്പുറത്ത് ഫുട്ബോൾ വേറെ അർത്ഥിട്ട് അത്ലറ്റിക്സ് ആയതിലൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ അത്ലറ്റിക്സിൽ 3 ആൾ പങ്കെടുത്ത 3 പ്ലേസാണ്. ഫുട്ബോൾ ഒരു ടീം പങ്കെടുത്ത അവസാനത്തെ വിജയം വരെ അതേ ഉള്ളൂ, ഒരെണ്ണം. അത് കിട്ടിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയാൽ പോയി. മറ്റത് 40 ആൾ പങ്കെടുത്ത തേർഡായിട്ടും സെക്കൻഡായിട്ടും ഫസ്റ്റായിട്ടും ഒക്കെ ഇഷ്ടംപോലെ പ്ലേസ് കിട്ടും. അപ്പം എന്നാൽ അത്ലറ്റിക്സ് തുടങ്ങിയാൽ ചാമ്പ്യൻഷിപ്പൊക്കെ കിട്ടാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വേറെ ഇറക്കാൻ നോക്കി. വേറെ ഇറക്കാൻ പറ്റില്ല, അത് ഒരിക്കലും പറ്റില്ല. നമ്മുടെ മനസ്സിൽ നിന്ന് ഫുട്ബോൾ അതാണ്. ഞാനും ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഈ മനസ്സിൽ ഫുട്ബോൾ എന്നുള്ള വികാരം ഉണ്ടല്ലോ. നമ്മളൊക്കെ കളിക്കുന്ന റൊണാൾഡോയെ കണ്ടിട്ടും കളിയോടുള്ള ഭയങ്കര. അതേ സ്ഥാനത്ത് വേറൊരു കളി ഇപ്പോൾ ഇത് മാറ്റിയിട്ട് വേറൊരു ഹാൻഡ് ബോളാക്കി നോക്കട്ടെ, ഒരാളും കളിക്കില്ല ഈ കളി. അവരവർക്ക് പറ്റുന്ന എഫിഷ്യൻസി മുഴുവൻ കൊടുത്തു. അതുകൊണ്ട് ഉണ്ടാവണം അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഫിസിക്കലി ഫിറ്റ്നസ് ഞാൻ കുട്ടികളോട് പറയുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ 2 ഹാഫായിട്ട് ലൈഫിനെ കണക്കാക്കണം. ഒരു 25 വയസ്സ് വരെ. ഇപ്പം ചെടി വളരുന്നത് അതും നശിക്കുന്ന വരെ വളരും. മനുഷ്യനതില്ല, മനുഷ്യനോ മൃഗങ്ങളും ഇല്ല. ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ അവർ വളർച്ച നിന്നു, പിന്നെ തളരുകയാണ്. അതാണല്ലോ ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇരുന്നാൽ നീക്കണമെങ്കിൽ കയ്യുത്തണം, സ്ട്രെങ്ത്ത് കുറഞ്ഞു വരികയാണ്. ആ സമയത്ത് നമുക്ക് നിലനിന്ന് പോകാൻ നമ്മൾ അടിത്തറ, അതായത് ബിൽഡിങ്ങിൻ്റെ അതേ തിയറി തന്നെ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ ഉണ്ടോ, ബിൽഡിങ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ മുകളിൽ പോയിട്ട് ഇപ്പോൾ എൻ്റെ ഇഞ്ചുറിയുടെ കേസ് തന്നെ ഞാൻ പിന്നീട് നമുക്കൊരു കാലത്ത് ഞാൻ 80കളിൽ 74-75 കാലത്താണ് ഇപ്പോൾ ഈ ഫുട്ബോളായിട്ടുള്ള ക്ലോസ് അസോസിയേഷൻ തുടങ്ങുന്നത്. അതിനുശേഷം അറിയില്ലല്ലോ, നമ്മളിങ്ങനെ കളിക്കുന്നു പോകുന്നു, വാമിംഗ് അപ്പ് വേണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ നമ്മുടെ ഭക്ഷണ രീതികൾ അതൊക്കെ അബദ്ധമാണെന്ന് മനസ്സിലാവുന്ന വൺസ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുട്ടികളോട് ധാരാളമായിട്ട് പറയാറുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ തന്നെ വർക്ക്, കൃത്യമായ ചിട്ട, ഇതാണ് നമ്മുടെ ഫിറ്റ്നസ്സിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഏറ്റവും പ്രധാന കാര്യം. ഞാനിപ്പോൾ അത് ശരിക്കും അനുഭവിക്കുന്ന, കാരണം ഞങ്ങൾക്ക് സ്കൂളിലായിരുന്ന സമയത്ത് കൃത്യമായ ഒരു രാവിലെ 9 മണി 1 മണി എന്നുള്ള ഭക്ഷണം കഴിഞ്ഞിട്ട് ഇപ്പം വീട്ടിൽ വന്നതോടുകൂടി എനിക്ക് എന്താ ഈ 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുമ്പോൾ ഭക്ഷണം കഴിക്കുക, എനിക്ക് ആവശ്യമുള്ള ആക്ടിവിറ്റി ചെയ്യുക. അപ്പോൾ അതിലേറ്റവും പ്രധാനം സന്തോഷമായിട്ട് ഇപ്പോൾ 1 മണിക്കൂർ ഇവിടെ കളിച്ചു, തോറ്റോ ജയിച്ചോ അത് രണ്ടാമത്തെ വിഷയം. ഞാൻ കളിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണത്. ആ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകുന്നതോറും നമ്മൾ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകും. ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകുക. അതിന് എന്തെല്ലാം താല്പര്യമുണ്ടോ അതെല്ലാം ചെയ്യുക. അല്ലാതെ അതിന് നമുക്ക് എന്ത് വേണം, ഈ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ബേസിക്കായിട്ട് ഫിറ്റ്നസ് വേണം. ഇപ്പം ഈ ഒരു പ്രായത്തിൽ നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരാം. അതുകൊണ്ട് ഒരു കാരണവശാലും കളി നിർത്തരുത്. എന്ന് നിർത്തുന്നോ അന്ന് നിങ്ങളുടെ ആ താഴേക്കുള്ള പോക്ക് ആരംഭിക്കും. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കണം. അതപ്പോൾ എനിക്കൊക്കെ കൃത്യ അനുഭവത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത്. ഇഞ്ചുറി ആവാതെ നന്നായിട്ട് ഉറക്കം ശ്രദ്ധിക്കുക, വിശ്രമിക്കുക. അതുപോലെ ഈ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് വാമിംഗ് അപ്പ്. ഇങ്ങനെ ഇവിടെ പറയണ കേട്ടു, വാമാവ് എന്ന്. ഒരു പ്രായത്തിൽ നമുക്കിതൊന്നും ഒരു വിഷയമല്ല. ഞാനൊന്നും വാമാവാതൊക്കെ ഞാൻ സുഖമായിട്ട് കളിച്ചു വരും. ഒരു പ്രായത്തിൽ പ്രശ്നമല്ല. പക്ഷേ വാമിംഗ് അപ്പും ആഫ്റ്റർ ഗെയിമോ അല്ലെങ്കിൽ എക്സസൈസ് സ്ട്രെച്ചിങ്ങോ ഇല്ലെങ്കിൽ അത് നിങ്ങളെ ശരീരത്തിന് ഒരുപാട് അഫക്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങളുടെ മസിലൊക്കെ പിടിച്ച് നോക്കിയാൽ നല്ല സ്റ്റിഫായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് ചെയ്തതിൻ്റെയാണ്. അതിനെ പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരലാണ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. ആ സ്ട്രെച്ചിങ് ചെയ്തിട്ട് പോയാൽ നമുക്ക് ലാക്റ്റിക്, അതായത് സയൻസൊക്കെ പഠിച്ചവരുണ്ടാവും, ലാക്റ്റിക് ആസിഡ് ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് മസിലിലൊരു സംഭവമുണ്ട്.
ഈ കോശങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ഓരോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും. ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാനും ഒരു സാധനം വേസ്റ്റ് ആക്കാനും ഉണ്ടാവും. ഇതാണ് ലാക്റ്റിക് ആസിഡ്. ആ ലാക്റ്റിക് ആസിഡ് അവിടെ കിടക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ സാധാരണ തമാശയ്ക്ക് പറയാൻ, കുട്ടികൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവസാന കാലങ്ങളിൽ എന്ത് ചെയ്യും, നല്ലോണം ഓടിച്ച് നല്ലോണം എക്സസൈസ് ചെയ്യിക്കും. എന്നിട്ട് ചമ്രം പിടിച്ചിരിക്കാൻ പറയും അരമണിക്കൂർ. പിറ്റേ ദിവസം അവനെ അനങ്ങാൻ പറ്റില്ല. അപ്പോൾ സ്ട്രെച്ചിങ് വളരെ പ്രധാനമാണ്. അതും കൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അപ്പർ ബോഡി, പുറം, ബാക്ക്, ഇതെല്ലാം ശ്രദ്ധിക്കുക. കളിക്കുക, സന്തോഷിക്കുക, എൻജോയ് ദ ഗെയിം. ഫുട്ബോൾ നമ്മുടെ ജീവനിൽ ഒന്നായിട്ട് കൊണ്ടു നടക്കുക. ഓൾ ദ ബെസ്റ്റ്. ശരി.